വളരെ സന്തോഷത്തോടു കൂടിയാണ് തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റിൻ്റെയും ജില്ലയിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ കലക്ട്രേറ്റിൽ നോമിനേഷൻ കൊടുത്ത് കലക്ട്രേറ്റിൻ്റെ പടിയിറങ്ങി പുറത്തേക്ക് വരുന്നത്. അവിടെ നിന്നും സന്തോഷകരമായ നോമിനേഷൻ കൊടുത്ത് വരുമ്പോൾ അതിനേക്കാൾ സന്തോഷവും സംതൃപ്തിയും വൈകാരികതയും ഉണ്ടാകിയതാണ് എൻ്റെ ഒരു മൂത്ത പെങ്ങളെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വെങ്കടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ചേച്ചി. അവരുടെ കയ്യിലണിഞ്ഞ 1.25 പവൻ തൂക്കമുള്ള സ്വർണ്ണവള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ചെലവിലേക്ക് വേണ്ടി എനിക്ക് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിൻ്റെ സാന്നിധ്യത്തിൽ സമ്മാനിക്കുകയുണ്ടായി. ഞാനൊരു കാര്യം ഇപ്പോൾ വികാരത്തോട് ഓർക്കുകയാണ്. 2019 ഞാനിതുപോലെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായപ്പോൾ ചെമ്പൂരി ചെക്കിപ്പണ്ണ് ചേച്ചി അവരുടെ കയ്യിലുണ്ടായിരുന്നൊരു വള ഊരി തരികയുണ്ടായി. 2019 തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ച്. അവരിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. ഞാൻ അവരെ ശിരസ് കുനിച്ച് സ്മരിക്കുകയാണ്. ഞാൻ DCC പ്രസിഡന്റ് കൂടി. അവരാണ് ആ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്ത് നടത്തിയത്. ഇപ്പോൾ ഞങ്ങൾ കോൺഗ്രസിനാണെങ്കിൽ കോർപ്പറേറ്റ് പണം കിട്ടാൻ മാർഗ്ഗമില്ല, കേന്ദ്ര ഭരണമില്ല, സംസ്ഥാന ഭരണമില്ല. കംപ്ലീറ്റ് കോർപ്പറേറ്റ് മുതലാളിമാരുടെ എല്ലാം കോടാനുകോടി രൂപയാണ് ഈ ഇലക്ഷന് അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തെയും പ്രചരണം കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും UDFൻ്റെ പ്രവർത്തകരും അവർ സ്വന്തം കയ്യിൽ നിന്ന് കട്ടൻ ചായ കുടിച്ചും അവർ സ്വയം പശ കുറിക്കുകയും പോസ്റ്റ് ഒട്ടിച്ചും അവർ ഈ കടുത്ത വെയിൽ സഹിച്ചും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെങ്ങള് ഒരു ആങ്ങളയ്ക്ക് നൽകുന്ന വികാരത്തോടു കൂടി അവരുടെ കയ്യിലുണ്ടായിരുന്ന 1.25 പവൻ്റെ സ്വർണം വള സമ്മാനിച്ചത്. ഇത് വലിയ വികാരത്തോടു കൂടി സ്വീകരിക്കുകയാണ്. അതൊരിക്കലും വിസ്മരിക്കാത്ത ഒന്നാണ്. തീർച്ചയായും ഇത് നൽകുന്നൊരു പ്രചോദനവും ശക്തിയുമുണ്ട്, സന്തോഷവുമുണ്ട്. അത് മണലൂരിൽ വലിയ ഒരു ജനവികാരമായി പ്രതിഫലിക്കും എന്നാണ് ഉറപ്പ്. ആ ജനവികാരത്തിൻ്റെ ഭാഗം തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായ ഗ്രേസി ചേച്ചി ഈ സ്വർണ്ണാഭരണം എനിക്ക് സമ്മാനിച്ചത്.